2021 എൻ്റെ നട്ടലിന് അകൽച്ചയും അതിലൂടെ ഞരമ്പ് ചുരുണ്ട് കയറി എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയും വന്നു. ഞാൻ കിടന്നുപോയി. അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആയുർവേദ ഡോക്ടറിൻ്റെ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യർ പറഞ്ഞ് 8 മാസം കൊണ്ട് എണീറ്റ് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിടന്നുകൊണ്ട് യൂട്യൂബിൽ നമ്മുടെ ഇവിടുത്തെ ആരാധനയും എല്ലാം കൂടുമായിരുന്നു. ഞാൻ 2 ആഴ്ച കൊണ്ട് പിടിച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് കൃപാസനം റാലിയിൽ എനിക്ക് നടന്ന് ജപമാല ചൊല്ലി അർത്തുങ്കൽ വരെ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞപ്പോൾ വൈദ്യരുടെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യർ പറഞ്ഞ്, ചേച്ചിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് നടക്കാൻ സാധിച്ചു? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മറിയം റാലിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു മാതാവിനോടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും എണീറ്റ് നടന്നതെന്ന് വൈദ്യർ പറഞ്ഞു. അതിനുശേഷം 2023 ജാനുവരിയിൽ എനിക്കൊരു ബ്ലഡ് ക്ലോട്ടായിട്ട് ഹാർട്ടിൽ നിന്നുള്ള ഒരു വെയിൻ ബ്ലോക്കായി ഇടത് കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ മൊത്തം നിന്നുപോയി. കാല് പഴുത്തൊരവസ്ഥയിലെത്തി. അപ്പോൾ 3 ദിവസം ICUവിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം ജീവിതാവസാനം വരെ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇവിടെ നമ്മുടെ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലും ഒക്കെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ക്ലിയറായി. ഇനിയും അതിൻ്റെ ക്ലോട്ടിങ്ങിൻ്റെ മരുന്ന് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. എൻ്റെ പേര് ജോസി. ഞാൻ ഒരു വീടും സ്ഥലവും മേടിക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ അലഞ്ഞു, ബുദ്ധിമുട്ടി. ഒരുപാട് സ്ഥലത്തൊക്കെ ജോലിക്ക് പോയി. എനിക്ക് ഒന്നും സാധിച്ചിരുന്നില്ല. പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ നിൻ്റെ കാര്യങ്ങൾ ഇതിലൂടെ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, നിൻ്റെ കാര്യങ്ങൾ മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്കൊരു അമേരിക്കയ്ക്ക് പോകാനായിട്ടൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സാകുകയും ഞാൻ അവിടെ പോയി 6 വർഷത്തോളം ജോലി ചെയ്തു. അവിടെ നിന്ന് എനിക്കൊരു സ്ഥലം മേടിച്ചു നല്ലൊരു വീടും വെക്കാനായിട്ട് സാധിച്ചു. എൻ്റെ 10 ലക്ഷത്തോളം കടങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്ത് തന്നു. എല്ലാത്തിനും മാതാവിനോടും തിരുക്കുമാറിനോടും 1000 നന്ദി പറയുന്നു.